പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള അധ്യാപകരെ, പ്രിയമുള്ള മക്കളെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കോഴിക്കോട് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ MPSC ക്യാമ്പ് ആരംഭിക്കുകയാണ്. ഈ ആരംഭിക്കുന്നത് ഏറെ അനുഗ്രഹമായിട്ട് ഇന്ന് മാറുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കറീസ് പിതാവിന്റെ സാന്നിധ്യത്തിലാണ്. ഒരു ഗിഫ്റ്റായിട്ട്, ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഇന്ന് പിതാവ് ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ അച്ഛൻ്റെ സഹോദരിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പിതാവിടെ ദീർഘദൂര യാത്രയിലൂടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു നാരങ്ങത്തോട്ടിലേക്ക് കടന്നു വരുവാനും പ്രത്യേകിച്ച് നമ്മുടെ ഒരു ക്യാമ്പിന്റെ ഒരു ചെറിയൊരു ഉദ്ഘാടനം പിന്നെ പിതാവ് തന്നെ ഇവിടെ നിർവഹിക്കുന്നു. അപ്പം നമ്മുടെ നാരങ്ങത്തോട് കൂട്ടായ്മയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ അതിന്റെ പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉണ്ടാകട്ടെ. പ്രിയ വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതം നമ്മുടെ സഭയുടെ മുഖ്യധാരയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവധിക്കാലങ്ങളിൽ കൂടുതൽ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അതൊരു ധാർമ്മിക ഉത്തരവാദിത്വം, അതോടൊപ്പം ഈ സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള വ്യക്തികളായി നാം തീരണം. ഇതെല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടാണ് നമുക്ക് പൊതുവായ ഒരു കാഴ്ചപ്പാടും നടപടിക്രമങ്ങളും ഒക്കെ ഉണ്ട്. അതിലൂടെ നാം മുന്നോട്ട് പോകുമ്പോഴും അതിലേക്ക് കൂടുതൽ ഉത്തേജനം നൽകിക്കൊണ്ട് സഭയുടെ പ്രത്യേകമായ കാര്യപരിപാടികൾ അവധിക്കാലത്ത് നമ്മുടെ പിള്ളേർക്ക് ക്രമീകരിക്കുന്നത് നമ്മുടെ ഒരു പതിവാണ്. ഈ MPSC ക്യാമ്പിലൂടെ പ്രത്യേകമായിട്ട് വചനത്തിൽ വസിക്കുക എന്നുള്ള വചനവർഷത്തിലെ നമ്മുടെ ചിന്ത, കൂടുതൽ വചനവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞ് ആ വചനം പാലിച്ച് ജീവിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ചിന്തിക്കുന്നു അതല്ല, എൻ്റെ വചനത്തിൽ വസിക്കണം എന്നുള്ളതാണ്. ഈ വചനത്തിൽ വസിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു ജൂബിലി വർഷത്തിലൂടെയാണ്. ആഗോള കത്തോലിക്കാ സഭ ഈ വചനവർഷത്തിൽ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകമായും ആഗോള സഭയെ സംബന്ധിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നേറുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മളെ സഭാമാതാവ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്ന് കാലം ചെയ്ത ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തെ കാണുന്ന രീതി തന്നെ വേറൊരു രീതിയിലാണ്. പിതാവിന്റെ സമീപനം റാഡിക്കൽ ഡിസൈപ്പിൾഷിപ്പാണ്. പിതാവ് ധന്യന്മാർ ഇവാനോസ് തിരുമേനി അങ്ങനെ സകലതും ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ വെറുങ്കൈയോടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ തിരുവചനം പാലിച്ച് മുമ്പിൽ വേറൊന്നുമില്ല, ദൈവാശ്രയവും ദൈവത്തെ സമ്പാദിക്കുന്ന, ദൈവം കാണിച്ചു കൊടുക്കുന്ന വഴിയിലൂടെ മുന്നേറുന്ന, ദൈവത്തെ സ്വന്തമാക്കുക എന്നൊരു ചിന്തയിലൂടെയാണ് പിതാവ് ആ രീതിയിൽ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ നമ്മൾ ആരും ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ധന്യന്മാർ ഇവാനോസ് തിരുമേനി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും തൻ്റെ ജീവിതത്തിൽ ബൈബിൾ എന്ത് പറയുന്നു അതാണ്
അക്ഷരാർത്ഥത്തിൽ പാലിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ആ ചിന്തകളെയൊക്കെ ഉൾക്കൊള്ളാൻ അത്ര എളുപ്പമല്ല നമുക്ക്. എന്നാൽ അതിനെയൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് പിതാവിൻ്റെ ചിന്തകൾ എത്രമാത്രം വേറിട്ട് നിൽക്കുന്നു. എന്നാൽ സഭയുടെ അടിസ്ഥാനപരമായ പഠിപ്പീരും ചിന്തകളും ഒരിക്കലും മാറ്റിമറിച്ചുകൊണ്ടല്ല, കർത്താവ് തൻ്റെ വചനം അല്ലെങ്കിൽ തൻ്റെ സുവിശേഷം നമുക്ക് നൽകിയത് തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. അവിടെയെല്ലാം നാം കാണുന്ന ഒത്തിരിയുണ്ട് അല്ലേ. അവൻ മറ്റേ ഈ ഏറ്റവും തഴഞ്ഞവരോടുകൂടെ പാവികളുടെ കൂട്ടത്തിൽ, വേശ്യകളുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, തിന്നുന്നു, കുടിക്കുന്നു എന്നൊക്കെ ഒത്തിരി കർത്താവിനെ കുറിച്ച് പറഞ്ഞതൊക്കെ ഏകദേശം അതിൻ്റെയൊക്കെ ഒരു തനിമയിൽ തന്നെയാണ് പിതാവും തൻ്റെ പ്രവൃത്തിയിലൂടെ പലതും ചെയ്തപ്പോൾ ഈ ലോകം അല്ലെങ്കിൽ കത്തോലിക്ക സഭ തന്നെ പല രീതിയിൽ അതിനെയൊക്കെ കണ്ടതുമൊക്കെ. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്, ഇതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിലൂടെ കൂടുതൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നലെ ഞാൻ കേട്ട ഒരു ചെറിയ ചിന്ത, ഏറ്റവും വലിയ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സ്വയം നമ്മളെക്കുറിച്ച് തിരിച്ചറിയുന്നു. സെൽഫ് അവയർനെസ്. ഞാൻ ആരാണ്, എന്താണ്, എങ്ങോട്ടാണ്, എന്തിനാണ്. ഇപ്പം നിങ്ങൾ വന്നിരിക്കുന്നു, എന്തിനു വന്നിരിക്കുന്നു? വീട്ടിൽ നിന്ന് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 2-3 ദിവസത്തേക്ക്, എത്ര ദിവസം കൊണ്ട് ഇവിടെ 3 ദിവസം താമസിക്കുന്നു, അങ്ങനെയുള്ളൊരു വിചാരമല്ല അല്ലേ? ആണോ? അല്ല. ഇവിടെ ഭദ്രാസനത്തിൽ നമ്മുടെ സഭയുടെ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഈ മേഖലയിൽ, ഈ ജില്ലയിൽ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ ക്യാമ്പ്. അപ്പോൾ അവിടെ വരുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. പിള്ളേർക്ക് വേറെ ഒരു ദിശാബോധം കുറച്ചുകൂടെ കിട്ടാനൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതറിയാനും അതിൽ ഉൾച്ചേരാനും കുറച്ചുകൂടെ കൂട്ടായ്മ വളർത്തിയെടുക്കാനും ഒക്കെ സാധിക്കും. പല വഴിയിലെ അല്ലേ കുട്ടികളാണ്. ഇപ്പോൾ കുട്ടികൾ കുറവായതുകൊണ്ട് പണ്ടൊക്കെ നമ്മളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരെ ചിലപ്പം ഇന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർ നമ്മുടേതാണ്. ആ ഒരു ചിന്ത വരുമ്പോൾ കൂട്ടായ്മയുടെ ഒരു വിപുലീകരണമാണ്, അതിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. ആ കൂട്ടായ്മയായിട്ട് നമ്മളും ചേരുകയാണ്. അപ്പോൾ ഓരോരുത്തരും പരസ്പരം ചേരുമ്പോഴാണ് അതൊക്കെ ഒത്തിരി അനുഗ്രഹപ്രദമാകുന്നത്. അപ്പോൾ നല്ല ക്യാമ്പായിട്ട് മാറട്ടെ. എൻ്റെ സംഘാടകർക്ക് എല്ലാവിധമായ നന്മകൾ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ. റിസൾട്ടൊക്കെ കിട്ടിയല്ലേ 10ാം ക്ലാസ്സിലേക്ക്? നല്ല ഇത് നിങ്ങൾ ചെയ്ത് ചെല്ലുമ്പോഴായിരിക്കും നല്ല റിസൾട്ടുമായിട്ടൊക്കെ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും നന്നാണ്. താങ്ക് യു. അഭിമന്യ മക്കോറിയസ് തിരുമേനി, ഏറ്റവും നിറഞ്ഞ സിജോ ബന്ധപ്പള്ളിയച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മത അധ്യാപകരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണിന്ന്. കാരണം നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പിന് ഇവിടെയാണ് ആരംഭം കുറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും അനുഗ്രഹപ്രദം എന്ന് പറയുന്നത് മക്കോറിയസ് തിരുമേനി ഈ ക്യാമ്പ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. നമ്മെ സംബന്ധിച്ചിടത്ത് ഒത്തിരി സന്തോഷം നിറയുന്ന ഒരു കാര്യമാണ്. കാരണം പിതാവ് ഇവിടെ വരാനും ഈ കുഞ്ഞുമക്കളുടെ ഈ ക്യാമ്പിന് ഉദ്ഘാടനം നടത്താനും ഒക്കെ ഒരു മനസ്സ് കാണിച്ചു. അപ്പോൾ പിതാവിനോട് ഈ കോഴിക്കോട് മേഖലയുടെയും ഒത്തിരി രൂപതയുടെയും ക്യാമ്പിന്റെ എല്ലാ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ നല്ലൊരു കൈയ്യടി അടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ ക്യാമ്പിന് എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിജോ പന്തപ്പള്ളി അച്ഛനാണ്. അച്ഛനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. അച്ഛനെ ഈ അവസരത്തിൽ നല്ലൊരു കൈയ്യടി അടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. അവരുടെ സഹകരണത്തോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അവരെയും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം. അതോടൊപ്പം ഈ ക്യാമ്പിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നമ്മുടെ സൺഡേ സ്കൂളിലെ ഓരോ കുഞ്ഞുമക്കളുമാണ് ഈ ക്യാമ്പിന്റെ വിജയവും കരുത്തുമായിട്ട് നിൽക്കുക. ഈ കുഞ്ഞുമക്കളെയും ഇവർ കൊണ്ടുവന്ന ടീച്ചേഴ്സിനെയും ഈ ഒരു അവസരത്തിൽ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം.